ഹലോ ഫ്രണ്ട്സ്, ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് പാട്നയിൽ വന്നതാണ്. ബീഹാർ, പാട്ന, ഗോപാൽഗഞ്ച് ഇവിടെയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴേ ഫ്ലൈറ്റ് കിട്ടിയില്ല. ഫ്ലൈറ്റ് ഭയങ്കര ലേവർ കൂടുതലായതുകൊണ്ട് നേരെ ട്രെയിൻ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റൊക്കെ കിട്ടി. പക്ഷെ ഇവിടുത്തെ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ ഓണടിച്ച് മനുഷ്യനെ വെറുപ്പിക്കുക. ഈ സൗണ്ട് നിങ്ങൾക്ക് കേട്ടിട്ട് അരോചകമായിട്ട് തോന്നില്ലേ? ഞാനൊരു 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. 5 ദിവസം ഇതായിരുന്നു ഇവരുടെ കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ്. ഇവരുടെ ഡ്രൈവിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ മലയാളികളുടെ ഡ്രൈവിംഗ് ഒക്കെ എത്രയോ ഭേദം. മുസാഫർപൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. മുംബൈ ബാന്ദ്ര ടെർമിനസ് വരെ അവാദ് എക്സ്പ്രസ്സിലാണ് യാത്ര. ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് റൂട്ടിലൊന്നാണ് അവാദ് എക്സ്പ്രസ് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 6ഓളം സ്റ്റേറ്റുകൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. UP, രാജസ്ഥാൻ, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഇന്ത്യൻ റെയിൽവേയുടെ ഹയസ്റ്റ് ക്ലാസ് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് ക്ലാസ്. ഏകദേശം 5550 രൂപ ഞങ്ങൾ പേ ചെയ്തിട്ട് ചെയ്യുന്ന ട്രാവലാണ്. അവർ തന്നിരിക്കുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു സീറ്റും ഒരു ക്ലോസ്ഡ് ക്യാബിനും 2 ബെഡ്ഷീറ്റും ഒരു പില്ലോയും ഒരു ബ്ലാങ്കറ്റും, അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്വച്ഛ് ഭാരത് മിഷനായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഊന്നിപ്പിടിച്ചത്. അതുപോലെ പെട്രോളിന് വില കൂട്ടുന്നത് ഞങ്ങൾ കക്കൂസ് നൽകാനാണെന്ന് പറഞ്ഞ് നമ്മുടെ കേരളീയർ ഒരുപാട് പേര് അവരെ ട്രോൾ ചെയ്തതാണ്. 1980-85 മുതൽ 80% വീടുകളിൽ കക്കൂസ് സ്വന്തമായിട്ടുള്ള മലയാളിക്ക് 2024 ആകുമ്പോഴും ഇപ്പോഴും പറമ്പിലിരുന്ന് കാര്യം സാധിക്കുന്ന ഇവരെ പോലെയുള്ള പാവങ്ങളുടെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. പഴയ പോലെയല്ല ഇപ്പോൾ കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ തണുപ്പ് കാലങ്ങളിൽ രാവിലെ വണ്ടി ഓടിക്കാൻ ഇവിടെ പേടിയാണ്. 2 സൈഡിൽ നിന്നും ഹൈവേയുടെ സൈഡിൽ നിന്നൊക്കെ ആളുകൾ എണീച്ച് വരുന്നൊരു കാഴ്ചയുണ്ട്. രാവിലെ 6 to 7 ഒക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഭയങ്കര അപകടമാണ്. നമുക്ക് കാണില്ല ആളുകൾ അവിടെ നിന്ന് ഓരോന്ന് എണീച്ച് വരുന്നത്. പക്ഷെ വല്ലാത്തൊരവസ്ഥയാണ്. ശുചിത്വത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് കണ്ടത് നിങ്ങൾ. ഈ ട്രെയിനിനകത്ത് 5550 രൂപ കൊടുത്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. ജയിൽ പുള്ളികൾക്ക് ഇതിനേക്കാളും നന്നായിട്ടുള്ളൊരു ഫെസിലിറ്റീസ് കൊടുക്കും. എനിക്ക് തോന്നുന്നു സദേൺ റെയിൽവേ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ബെറ്ററാണ്. ഒരു സെക്കൻഡ് ക്ലാസ് ഒക്കെ തരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യാറുണ്ട്. ഇതൊരുമാതിരി എന്താണ് വേണമെങ്കിൽ നീയൊക്കെ ഉപയോഗിച്ചിട്ട് പോടെ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇവരുടേത്. പിന്നെ ആകെ എനിക്ക് ഇഷ്ടമായത് ഇവരെ IRCTCയുടെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം. കറക്റ്റ് ടൈമിന് നമ്മൾ ഡിലേ ആയാലും ആ ഒരു സ്റ്റേഷനിൽ എത്തുമ്പോൾ കറക്റ്റായിട്ട് ഇവർ ആ ഫുഡ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത അതേ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. മാന്യമായ റേറ്റേ ഉള്ളൂ, വലിയ അലമ്പൊന്നുമില്ല. ഇവരുടെ റെയിൽവേ കാറ്ററിംഗ് ഫുഡിനേക്കാളും എത്രയോ മെച്ചമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് തിരഞ്ഞെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കാം. ഞങ്ങൾ ഡൊമിനോസ് പിസ്സ, അതുപോലെ ഞങ്ങൾ ബ്രോസ്റ്റഡ്, അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഞങ്ങൾ 2 ദിവസം ട്രിപ്പിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. IRCTCയുടെ റെയിൽവേ കാറ്ററിംഗ് ഞങ്ങൾ പാടെ അങ്ങ് ഒഴിവാക്കി.